ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് എൻ്റെ ടെറസിലെ കൃഷിയാണ്. ഞങ്ങളിങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഇതൊരു റംബൂട്ടാനാണ്, കണ്ടോ. കഴിഞ്ഞ തവണ കായ്ച്ചിരുന്നു, ഇപ്രാവശ്യവും കായ്ക്കുമ്പോൾ ഞാൻ പ്രത്യേകം ചെയ്യാം ഇവൾക്ക്. ഇത് ചെമ്പരത്തിയാണ്, അടുക്ക് ചെമ്പരത്തി. ഇത് കുരുമുളക്, കണ്ടോ, നിറയെ കായ്ച്ച് നിന്നു. കുറച്ചൊക്കെ ഞാൻ പറിച്ചു. ഏണി കിട്ടാത്തത് കൊണ്ടാണ് ബാക്കിയുള്ളത് ഇവിടെ നിൽക്കുന്നത്. അടുത്തത് ഇതൊരു പഴമാണ്. ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഇത് ഇതുവരെ കായ്ച്ചിട്ടില്ല. അടുത്തത് പേരയാണ്. പേരയ്ക്ക പഴുത്ത് നിൽപ്പുണ്ട്, കണ്ടോ കൂട്ടുകാരെ. ഇനിയുമുണ്ട്, കണ്ടോ. എല്ലാം നല്ല വിളഞ്ഞ് നിൽക്കുകയാണ്, വിളഞ്ഞ് പഴുത്ത്. ഇഷ്ടമായോ കൂട്ടുകാരെ? ചെറിയ കായുണ്ട്, പിന്നെ പൂവുണ്ട്. ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ നീലപ്പേര നട്ടിട്ടുണ്ട്, കണ്ടോ. പൂവുണ്ട്, പൂവ്, കായ, ചെറിയ കായ, പഴുത്തത്, ചെറിയ കായ, എല്ലാ ഐറ്റവും ഉണ്ട്. കണ്ടോ കൂട്ടുകാർ, ഇഷ്ടമായോ? അടുത്തതൊരു പനിനീർ റോസയാണ്. നിറയെ പൂക്കും, ഇപ്പോൾ പൂവില്ല. ഇത് ഡ്രാഗൺ ഫ്രൂട്ടാണ്. ഡ്രാഗൺ ഫ്രൂട്ട് ഒരാൾ എനിക്ക് തന്ന് ഞാൻ വെറുതെ കൊണ്ടുവന്ന് നട്ടു വെച്ചതാണ്. കണ്ടവരൊക്കെ പറഞ്ഞ് ഇത് കായ്ക്കാറായെന്ന്. ഇതുവരെയും കായ്ച്ചിട്ടില്ല. ഇത് മാവാണ്, കണ്ടോ. ഇത് നമ്മൾ വാങ്ങി നട്ടതാണ്, കായ്ച്ചിട്ടില്ല. ഇതൊരു കറിവേപ്പാണ്. ഈ ഭയങ്കരമായ വെയിൽ കാരണം അതിനെന്താ സംഭവിച്ചു. ഇനി അതിനെ ഒന്നേന്ന് രക്ഷപ്പെടുത്തണം. ഇത് മുരിങ്ങയാണ്. എനിക്ക് ആവശ്യത്തിനുള്ള മുരിങ്ങയ്ക്ക ഇത് തരാറുണ്ട്. കണ്ടോ, വീണ്ടും പൂത്ത് നിൽക്കുകയാണ്. ഇത് പ്ലാവാണ് കൂട്ടുകാരെ, കണ്ടോ. അതിൽ കളയിട്ട് നിൽപ്പുണ്ട്. ഇത് ഫസ്റ്റ് കളയാണ്. ഞങ്ങൾ വാങ്ങി നട്ട ശേഷമുള്ള ഫസ്റ്റ് കള. വാങ്ങുമ്പോൾ ഇതിനു മുമ്പ് കാച്ചു എന്നാണ് അവർ പറഞ്ഞത്. കണ്ടോ, കാറ്റുമെന്ന് എനിക്കറിയില്ല, നോക്കാം. ഇത് കറ്റാർ വാഴ. പിന്നെ ഉള്ളത് നമ്മുടെ, കണ്ടോ, എരുക്ക്, കൂവളമല്ല, എരുക്ക്. ഇത് തന്നെ പൊടിച്ചതാണ് ഇവിടെ, ഞാൻ നട്ടതല്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഭഗവാന്റെ സാന്നിധ്യം എൻ്റെ വീട്ടിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഇത് മല്ലിയിലയാണ്. ഇത് നമ്മൾ കറികളിലൊക്കെ ഇട്ട ഭയങ്കര മണമാണ്. ഉണ്ടോ, ശരിക്കുള്ള മല്ലിയിലയല്ല, രണ്ട് ഐറ്റം ഉണ്ട്. ഈ ഇല ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. ഇത് തെറ്റി, ചെറിയ കുറ്റിത്തെറ്റി. ഇത് കോളാമ്പി പൂ. റോസാപ്പൂവിന് എന്താ സംഭവിച്ചു, പുഴു അടിച്ചു. ഇത് സീതപ്പഴമാണ്, മൂന്തര. ഇത് നിറയെ എനിക്ക് കാ തന്നിട്ടുണ്ട്. ഇപ്പോൾ വെയിലത്തൊന്ന് വാടിയിട്ട് ഇപ്പോൾ വീണ്ടും തളിരിട്ട് വരുന്നു. പിന്നെ ഉള്ളത് തുളസിയാണ്. പിന്നെ ഇതിന് നീലക്കൊടിവേലി എന്നാണ് എല്ലാവരും പറയുന്നത്. പിന്നെ എനിക്കറിയില്ല. ഇത് നിറയെ പൂ തന്നതാണ്. കണ്ട കൂട്ടുകാർ, ഇതിലൊക്കെ നിറയെ മുട്ടുണ്ട്. ഭയങ്കര മണമാണ് ഇത് വിരിഞ്ഞ. വീണ്ടും റോസയാണുള്ളത്. റോസയൊക്കെ ഇനി ഒന്നേന്ന് തളരിട്ടാൽ നിറയെ പൂക്കുന്നത്. ഇത്രയൊക്കെ തന്നെ കൂട്ടുകാരെ. ഇവരെ ഇന്ന് ഞാൻ യൂട്യൂബ് തുടങ്ങിയ പിന്നെ അവരെ ഒന്ന് ശ്രദ്ധിക്കാതായി. അതാണ് ഇവരൊക്കെ കുറച്ചൊന്ന് ഡള്ളായത്.
മാവിൻ്റെ കൊമ്പിൽ പേരയ്ക്ക പറിക്കാം കേട്ടോ. ഞാൻ ഈ പേരയ്ക്ക പറിക്കാൻ പോവുകയാണ്. ഇനി നിർത്തിയിരുന്ന കിളി കൊണ്ടു. ഓക്കെ, 2 നിൽക്കട്ടല്ലേ, കിളി പറക്കിയില്ലായിരിക്കും. 2 ഞാൻ നിർത്തിയിരിക്കുകയാണ്. 1 പറിച്ചിട്ടുണ്ട്. ഇനി പോവാം കൂട്ടുകാരെ. ബൈ ബൈ കൂട്ടുകാരെ.